ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള വേട്ട യു പി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിന് സംഘർഷത്തിന് പ്രോത്സാഹനം നൽകുന്ന നിലപാടുകൾ, കടുത്ത നിലപാടിലേക്ക് യോഗി സർക്കാർ കടക്കുന്നു. കഴിഞ്ഞ ദിവസം അവിടെ മുസ്ലിം ലീഗ് എം പിമാരെല്ലാം സന്ദർശിക്കാൻ പോയപ്പോൾ അവരെ വഴി തടയുന്ന അവസ്ഥ, സമാജ്വാദി പാർട്ടി എം പിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന അവസ്ഥ, ന്യൂനപക്ഷ കേന്ദ്രങ്ങൾ തെരഞ്ഞു പിടിച്ച് വ്യാപകമായ റെയ്ഡിന് ആഹ്വാനം ചെയ്യുന്നു, പരിശോധനയ്ക്ക് ആഹ്വാനം ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നത്? സംഭാലിലും ഏറ്റവും ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കലാപ ആഹ്വാനത്തിന് യു പി സർക്കാരും കേന്ദ്ര സർക്കാരും നേതൃത്വത്തിൽ ഒരു കലാപ ആഹ്വാനം തന്നെയാണ് അവിടെയും അഴിച്ചുവിട്ടിട്ടുള്ളത്. ഇപ്പോൾ വ്യാപകമായിട്ടുള്ളത് സംഭാലിലെ മസ്ജിദിന് നേരെ ഉണ്ടായിട്ടുള്ള, മസ്ജിദ് സർവീസ്ക്ക് വന്നത് സമയത്ത് ശേഷമുണ്ടായ സംഘർഷത്തിന് പിന്നാലെ വ്യാപകമായ റെയ്ഡ് ഇപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിലേക്ക് യു പി പോലീസിന്റെ റെയ്ഡ് വ്യാപകമാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. അക്രമകാരികളെ പിടികൂടാനെന്ന നിലയിലാണ് ഇത്തരത്തിൽ റെയ്ഡ് നടത്തുന്നത്. എങ്കിൽ പോലും അത് ന്യൂനപക്ഷങ്ങളെ കൃത്യമായും ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. മാത്രമല്ല, ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട CCTV വിഷ്വൽ പരിശോധിച്ചുകൊണ്ട് ഇതിനകത്തുള്ള പ്രതികളെയൊക്കെ തന്നെയും പ്രതി ചേർക്കുമ്പോൾ അവരുടെ പോസ്റ്റർ അടക്കം പതിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ യു പി സർക്കാർ പോകുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വലിയ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ തന്നെയാണ് ഈ സംഭാലിൽ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല, സമാജ്വാദി പാർട്ടിയുടെ പ്രതിനിധികളെ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിക്കാനെത്തിയ പ്രതിനിധികളെ വീട്ടുതടങ്കലിലാക്കുന്ന തരത്തിലേക്ക് യു പി പോലീസ് പോയിരിക്കുന്നു. മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ എം പിമാരും സന്ദർശനം നടത്തവേ ഗാസിയാബാദിൽ വെച്ച് അവരെ തടയുന്ന സ്ഥിതി ഉണ്ടായി. പൂർണ്ണമായും ഒരു കലാപ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ് യു പി സർക്കാർ. മാത്രമല്ല, ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം തന്നെയാണ് തുടരുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നതിനിടെയാണ് പോലീസും വീണ്ടും ഇത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് പോയിട്ടുള്ളത്. വിനിഷ.